ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന തനി നാടൻ ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ചേന കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അതൊരു ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 150 ഗ്രാമോളം ചേന ഉണ്ടാവും. അപ്പോൾ ചേനയുടെ അളവിനനുസരിച്ച് നിങ്ങൾ ഉപ്പും മഞ്ഞളൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ വിറകടുപ്പിൽ വെച്ച് നല്ല മൺചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ സ്റ്റൗവിൽ വെച്ച് ചെയ്യുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തനി നാടൻ എന്ന് പറഞ്ഞത് നമ്മൾ ആ ഒരു നാടൻ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും തുറന്നിട്ടൊന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് അതിൽ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ വെള്ളം വറ്റി വരുന്ന സമയത്ത് തന്നെ ചേന നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ചേനയുടെ വേവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചേനയുടെ റെസിപ്പിയാണ്. ഇതിൽ വെളുത്തുള്ളിയുടെ അല്ലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലിച്ചിട്ട് ചേന വേവിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ചേന ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുരുമുളകൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേർക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കുക. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇത് വാങ്ങി വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ചേനയുടെ കൂട്ടാനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ലൊരു നാടൻ രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.